ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ദിൽഷ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ ലൈഫ് സ്പാൻ ചെക്കാണ്. ഈ PAO എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. PAO മീൻസ് പീരീഡ് ആഫ്റ്റർ ഓപ്പണിംഗ് ആണ്. നമ്മൾ എന്തൊരു സംഭവം വാങ്ങിച്ചാലും സ്കിൻ കെയർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ഈ സംഭവം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്ര ടൈം പീരീഡിനുള്ളിൽ യൂസ് ചെയ്യണമെന്നുണ്ട്. സോ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദ PAO സിമ്പിൾ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ. ഇനി ഈ സിമ്പിൾ എവിടെയാണെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഈ സിമ്പിൾ ഒരു ഓപ്പൺ ജാർ പോലെയോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു പാത്രം പോലെയോ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു നമ്പറും M എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററും കാണാം. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ എൻ്റെ ഫേസ് വാഷിൽ 6M ആണ് ഈ നമ്പർ കാണുന്നത്. ഈ 6M മീൻസ് 6 months ആണ്. അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് ഓപ്പൺ ചെയ്തതിന് ശേഷം 6 months മാത്രമേ എനിക്ക് ആ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ PAO എന്ന് പറഞ്ഞ സംഭവം. അതായത് ഈ PAO വെച്ചിട്ടായിരിക്കും നമ്മളൊരു സാധനം യൂസ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡ് നിശ്ചയിക്കുന്നത്. ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന് കുറഞ്ഞ ലൈഫ് സ്പാൻ മാത്രമേ കാണത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ എയർ, ഹീറ്റ്, ലൈറ്റ് ഇതൊക്കെ ആയിട്ട് എക്സ്പോസ് ആകുമ്പോൾ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന് ഏറ്റവും കുറഞ്ഞ ലൈഫ് സ്പാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ സിക്ക് ഒരു 3 to 6 months, റെറ്റിനോൾസിന് ഒരു 6 to 9 months, അത്രയൊക്കെ ലൈഫ് സ്പാൻ കാണത്തുള്ളൂ. സോ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ PAO കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന ചില ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനം ഓൾറെഡി നിങ്ങളെ സംഭവം ഡിസ്പോസ് ചെയ്ത് കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ തന്നെയാണ് ഇറിറ്റേറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് കളർ ചേഞ്ചാണ്. കളർ ചേഞ്ച് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെയോ അല്ലെങ്കിൽ സെറത്തിൻ്റെയോ കളറ് വൈറ്റിൽ നിന്ന്, അതല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെറംസ് ആയിക്കോട്ടെ, യെല്ലോയിഷ് കളറോ ക്ലൗഡി ആയിട്ടോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം നിങ്ങൾ ഡിസ്കാർഡ് ചെയ്ത് കളയണം. അതുപോലെ തന്നെയുള്ളൊരു ചേഞ്ചാണ് സ്മെൽ ചേഞ്ച്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു കെട്ട മണം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ സ്മെല്ലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം ഡിസ്കാർഡ് ചെയ്ത് കളയണം. വേറൊരു ചേഞ്ച് വരുന്നത് ടെക്സ്ചർ ചേഞ്ചാണ്. നമ്മളുടെ ക്രീംസ് ആയിക്കോട്ടെ സെറംസ് ആയിക്കോട്ടെ, ഈ പാലൊക്കെ പിരിയുമ്പോൾ ഉണ്ടാകുന്നൊരു ടെക്സ്ചർ, അതല്ലെങ്കിൽ ലംസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഡിസ്കാർഡ് ചെയ്ത് കളയണം. ഡിസ്കാർഡ് ചെയ്ത് കളയേണ്ടത് ഡിസ്കാർഡ് ചെയ്ത് തന്നെ കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നല്ലപോലെ ഇത് ഇറിറ്റേറ്റ് ചെയ്യും. നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കാനും ഈ കാരണങ്ങളൊക്കെ തന്നെ മതിയാവും. സോ ഇനിയും ഇതുപോലെയുള്ള ടിപ്സ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തണം. ബൈ.